ഫ്രണ്ട്സ്, ഇതൊരു സുസുക്കി ബലോന ആണ് കേട്ടോ. ഇതെൻ്റായി. പിന്നെ ഇവിടെയും ചെറുതായിട്ടൊരു ഇപ്പോൾ 4000 രൂപ മുടക്കേണ്ട പാട്ടിൽ നമുക്കൊരു 7000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇതേപോലെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ പെയിൻറ്റ് മൊത്തത്തിൽ അടിപൊളിയായി കിട്ടിയില്ലേ. അത് നമ്മൾ സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പും ഫ്രണ്ട്സ്, ഇതൊരു സുസുക്കി ബലോന ആണ് കേട്ടോ. ഇത് ഡോറ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇത് ബെൻഡായി കേട്ടോ. ഇത് പുള്ളി ഡോറ് തുറന്നിട്ട് റിവേഴ്സ് എടുത്തപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ചെറുതായിട്ടൊന്ന് ബെൻഡായി. പിന്നെ ഇവിടെയും ചെറുതായിട്ടൊരു ബെൻഡ് പോലെ കാണിക്കുന്നുണ്ട്. വേറെ ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. ഈ ഒരു സാധനം ബെൻഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതെടുക്കുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ അതൊക്കെ ബൾജായി, അതായത് പഞ്ചിങ്ങിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല, ഇവിടെ എല്ലാം പോയിരിക്കുക. അതായത് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ബാക്കിലേക്ക് പോയി ഇടിച്ചപ്പോൾ ജസ്റ്റ് ഇച്ചിരി ബെൻഡായിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബെൻഡുണ്ട്. പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചു വയ്ക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഡോറ് മാറണോ, ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ ചളങ്ങിയൊക്കെ ഇരിക്കുമോ, നല്ല ഇടിക്ക് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. ഗ്ലാസ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി ഇത് ഷോറൂമിലല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു സാധാ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ ഷോറൂമിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഡോർ മാറേണ്ടി വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ഏകദേശം എത്ര രൂപ വരും ഡോറിന്? ഒരു 14,000 രൂപ അടുത്ത് വരും. അപ്പോൾ അതിൽ താഴെ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഇവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാവുന്ന രീതിയിൽ നോക്കുന്നത്. ഇതെങ്ങനെ ശരിയാക്കി എടുക്കാം. ഗ്യാപ്പ് പ്രശ്നമാണ്. ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. പക്ഷെ ഡോറ് മാറണ്ടല്ലേ. ഇത് ശരിയാക്കിയാലും ആ ഒരു വൃത്തിയോട് ചിലപ്പോൾ കാണിക്കും അല്ലേ ഏട്ടാ. ലോങ്ങിൽ നിന്നൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. എത്രത്തോളം ഇത് ശരിയാവുമെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പീസ് അല്ലേ, ഇതിൽ നിന്നിങ്ങനെ പൊള്ളച്ച് പോകുന്നു കമ്പനിയുടെ അതിൽ നിന്ന്. അതൊക്കെ പോകാം. ഫോറിനാകുമ്പോൾ ചേട്ടാ എത്ര രൂപ വരും? നമ്മളിത്
ഓൾറെഡി എല്ലാ പേയ്മെൻറ്റും കൂടി നമ്മൾ ഫിറ്റിങ്സ് എല്ലാം കൂടി ആകുമ്പോൾ 16. ഇതാകുമ്പോൾ നമുക്ക് നോർമൽ എത്ര രൂപ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും 6 രൂപക്ക് നമുക്കിത് സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം. ഒരു ഇതൊക്കെ ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു 6 രൂപയ്ക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഒരു ഒത്തിരി കുറച്ച് പൈസ ആവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാക്കി കേട്ടോ നമ്മുടെ ചേട്ടന്. ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള ചെയ്യുന്നത്. ഈ ലെവൽ എന്തായിരുന്നു കേട്ടോ? അതൊക്കെ ആയിരുന്നോ നോക്കിയപ്പോൾ? കുഴപ്പമില്ലായിരുന്നു. ഓൾറെഡി പക്ക രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുട്ടിയിട്ടാൽ മാത്രം മതി. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിയർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു മേളിൽ കൂടി ചെയ്യാനുണ്ടോ? മേളിൽ കുറച്ച് വലിച്ചിട്ടെടുക്കണം. അവിടെ പറ്റിയായിരുന്നോ? ഇത് കേട്ടോ, ഇത് ഇനി വലിക്കാനില്ലേ? ഇതും വലിക്കാനുണ്ട് കേട്ടോ. ഓൾറെഡി ഇതൊക്കെ ഓക്കെ ആയിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇതെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്.
നമ്മളെ ബലനോയുടെ ഡോറിൻ്റെ അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, അവിടെ അത്യാവശ്യം നോർമലായിട്ടുള്ള എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല, നേരത്തേനേക്കാളും ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. ആ മോൾഡിങ് ഒക്കെ കറക്റ്റ് പെർഫെക്ഷനായിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം നൈസായിട്ടൊരു പുട്ടിയൊക്കെ വർക്ക് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഇത് 10-14,000 രൂപ മുടക്കേണ്ട പാട്ടിൽ നമുക്കൊരു 7,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇതേപോലെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാം. പിന്നെ സാറ്റിസ്ഫാക്ഷൻ, ഓണറിനോടെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം നമുക്ക്. ഈ ഒരു ചെറിയ ചിലപ്പോൾ ഈ ഒരു ഇതുണ്ട്, ഈ ഒരു ഗ്യാപ്പിന് വ്യത്യാസമുണ്ട്. നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇച്ചിരി, അതായത് നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഇടിച്ചുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പിന് വ്യത്യാസമുണ്ട്. ഇത്ര മില്ലിയുടെ വേണ്ട, താഴത്തേക്ക് വരുമ്പോഴും ആ ഒരു കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിൻ്റെതും ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, ഞാൻ കണ്ടപ്പോൾ ഇതേപോലെയൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൈ ഓടിക്കുമ്പോൾ തന്നെ വളരെ നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുട്ടിയും ഇതൊക്കെ വരുമ്പോൾ ഓക്കെ ആവും. ബാക്കി നമുക്ക് നോക്കാം. സത്യം ഒരു ബലേനോ കേട്ടോ. ബലേനോയുടെ ഡോറ് നമ്മൾ പെയിൻറ്റിങ് ബൂത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വണ്ടി. ഓൾറെഡി ഇനി പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇതാണോ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ വർക്കൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മാത്രം ചെയ്താൽ മതി. പെയിൻറ്റിങ് ബൂത്താണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ പുള്ളി ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ദിവസം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് ഡീറ്റെയിൽ കൂടി കാണാം. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 10-14,000 രൂപ മുടക്കേണ്ട പറ്റില്ല. ഇതൊരു 7,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഡെൻറ്റ് മാറ്റാൻ കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചളങ്ങിപ്പോയതാണ്, നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണല്ലോ. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെത് നോക്കാം പറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ ഇട്ട് കേട്ടോ. നമ്മളൊരു പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് നോക്കിയേ. ഫ്രണ്ട്സ്, ഓൾമോസ്റ്റ് അടിച്ചു കഴിഞ്ഞു കേട്ടോ. പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു, നോക്കിക്കേ. ഇവിടെയും ബ്ലാക്ക്, ഇതിൽ ബ്ലാക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്, ഒരു മാറ്റ് ബ്ലാക്ക് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ താഴത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു സിൽവർ ആ ഒരു പ്ലേസിങ് ഉണ്ടാ. ഒറിജിനലായിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നോക്കിക്കേ, നേരത്തെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത്രയും നമ്മളൊരു ഡോറ് മാറ്റേണ്ട, ഒരു 14,000 രൂപ കൊടുത്ത് ഡോറ് മാറ്റേണ്ടത് നമുക്കൊരു 5,000 കൂടെ ഒരു 6,000 രൂപയ്ക്ക് നമുക്കിത് മൊത്തത്തിൽ അടിപൊളിയായി കിട്ടിയില്ലേ. അത് നമ്മൾ സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പും ഷോറൂമും തമ്മിലുള്ള വ്യത്യാസം. ഇവരെന്തെങ്കിലും ഡെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇത് ഫുള്ളായിട്ട് മാറാനേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ റേറ്റിൽ നമുക്ക് തന്നെ കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും പെയിൻ്റ് അടിച്ചു. പക്ക നീറ്റായിട്ടുള്ളൊരു പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ബൂത്ത് തന്നെയാണ് കേട്ടോ. ബൂത്ത് സെറ്റപ്പിൽ തന്നെയാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്.